ലഡാക്ക് യാത്രയിലെ 8ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കാർത്തുങ്കുലയിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർത്തുങ്കുലയിലാണ്. കാർത്തുങ്കുലയിൽ ആ മഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മഞ്ഞ് ആദ്യമായിട്ട് കാണുന്നതാണ്. റോത്താങ് പാസിൽ ചെന്നപ്പോഴും മഞ്ഞ് കാണാൻ പറ്റിയില്ല. ഇത് ആ പില്ലറാണ്. അതിന് മുമ്പിൽ ഭയങ്കര തിരക്കാണ് എപ്പോഴും ഫോട്ടോ എടുക്കാനായിട്ട്. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് മഞ്ഞിൽ തൊടുന്നത് ഇവിടെ വെച്ചാണ്. വർഷം മുഴുവൻ മഞ്ഞുള്ള സ്ഥലമാണ് റോത്താങ് പാസ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെയും മഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് മഞ്ഞ് നേരിട്ട് കണ്ടു, തൊട്ടു, കുറച്ച് മഞ്ഞ് വാരി പന്തുണ്ടാക്കി എറിഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് അധിക നേരം നിൽക്കാനൊക്കില്ല, ഭയങ്കര തണുപ്പുമാണ്. പിന്നെ നമുക്ക് ഒന്നും നടക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്ത് തുടങ്ങും. പ്രത്യേകിച്ച് അക്ലമറ്റൈസേഷൻ എടുത്തിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണമെന്ന് വിചാരിച്ച സ്ഥലത്ത് എത്തി. തിരികെ ഞങ്ങൾ അവിടുന്ന് അധിക നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നും നുബ്ര വാലിയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അന്തരീക്ഷം ഒരു മൂടിയ അന്തരീക്ഷമാണ്. മേഘവും മൂടൽമഞ്ഞും എല്ലാം കൂടെ ചേർന്നുള്ളൊരു അന്തരീക്ഷമാണ്. പക്ഷേ കാഴ്ചകളെന്ന് പറയുന്നത് നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റാത്ത അത്രയും ഗംഭീരമായ കാഴ്ചകളാണ്. അടിപൊളി, നല്ല കാഴ്ചകൾ. നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാകുള്ളൂ. മലമുകളിലും ആ താഴ്വാരത്തും എല്ലാം മഞ്ഞുണ്ട്. പക്ഷെ ഒരു മാസം കൂടി കഴിയുമ്പം ഈ മലയും താഴ്വാരവും മുഴുവൻ മഞ്ഞിൽ മൂടും. ശരിക്കും മേഘങ്ങൾക്കിടയിലൂടെയാണ് നമ്മളിപ്പോൾ അടുത്ത മല കാണുന്നത്. വിമാനത്തിലല്ലാതെ ഒരു ഭൂമിയിലോടി ഓടുന്ന ഒരു വാഹനത്തിൽ മേഘങ്ങൾക്കിടയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചയാണ്. എത്ര ഉയരത്തിലാണെന്ന് നോക്കൂ. അതായത് കാർത്തുങ്കുല 17,582 അടി ഉയരെയാണ്. അതായത് 5,359 മീറ്റർ ഉയരം. പക്ഷെ ഇപ്പോൾ ഉംലിംഗ്ല ആണ് ഏറ്റവും ഉയരത്തിലുള്ള മോട്ടറബിൾ റോഡ്. 19,300 അടിയാണ്. അതായത് 5,882 മീറ്റർ ഉയരത്തിലാണത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇനി കുറച്ചുകൂടി മഞ്ഞുള്ള സമയത്ത്, തണുപ്പുള്ള സമയത്ത് എത്തണം. ലഡാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉഷ്ണകാലമാണ്. അതുകൊണ്ട് ലേയിലൊക്കെ പകൽ സമയത്ത് നമുക്ക് ചൂടാണ്, വെയിലത്തിറങ്ങിയ ചൂടാണ്. എപ്പോഴെങ്കിലും ഇനിയും വരണം. ഹിമാലയം എന്ന് പറയുന്നത് നമ്മളെ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്ന സ്ഥലമാണ്. എനിക്ക് റോത്താങ് പാസിൽ ഇനിയും പോകണം എന്നുണ്ട്. റോത്താങ് പാസിൽ ഞാൻ പോയത് ഏകദേശം 2008 ആ ഒരു സമയത്ത് കണ്ടാണ്. 2007-2008 ആണ്. ഇതിപ്പോൾ 2023. പക്ഷേ ഇനി എപ്പോഴെങ്കിലും കുറച്ചുകൂടി മഞ്ഞുള്ള സമയത്ത് ഇവിടെ വരണം. അതുപോലെ തന്നെ റോത്താങ് പാസിലും അവിടെ ഇപ്പോൾ അടൽ ടണൽ ഉള്ളതുകൊണ്ട് റോത്താങ് പാസ്
ബൈപ്പാസ് ചെയ്താണ് പോകുന്നത്. എങ്കിലും റോത്താങ് പാസിലേക്ക് ടൂറിസ്റ്റുകളെ കുറച്ച് പേരെ ഡെയിലി നിയന്ത്രിതമായ രീതിയിൽ ആൾക്കാരെ കടത്തി വിടുന്നുണ്ട്. അവിടെ പോകണം. അവിടെ ഞാനിതിനു മുമ്പ് പോയ സമയം എന്ന് പറയുന്നത് മഴയും ഒക്കെ ഉള്ള സമയമാണ്. അന്ന് ഗതാഗത സൗകര്യവും ഇപ്പോഴുള്ളത് പോലെ ഇല്ല. പിന്നെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു. പക്ഷേ അവിടെയും ചില നല്ല പ്രകൃതി മനോഹരമായ സീസൺ ഉണ്ട്. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര കാഴ്ചകളാണ്. ഒരു മാരുതി ഓംനി തകർന്ന് താഴെ കിടക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കണ്ടായിരുന്നു. മുമ്പ് എപ്പോഴോ താഴെ പോയതാണ്, എടുത്തു മാറ്റാതെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നതാണ്. മറ്റുള്ളവർ കാണാനും ഒരു വാണിംഗ് ആണത്. ഒരു വാഹനത്തിൽ സഞ്ചരിച്ച് മേഘത്തിന് മുകളിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി ഇറക്കം തുടങ്ങുകയാണെന്ന് തോന്നുന്നു. ആയിരിക്കുമല്ലോ ഖാർത്തുംഗ്ലയിലെ ഈ റേഞ്ചിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. അപ്പോൾ ഇനി അങ്ങോട്ട് ഇറക്കമാണ്. വലിയ വലിയ ഹിമപാളികളാണ് ഇപ്പോൾ മലഞ്ചെരുവിലുള്ളത്. എവിടെ നോക്കിയാലും മഞ്ഞ് എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പാസ് ഇറങ്ങി താഴേക്ക് പോവുകയാണ്, നുബ്ര വാലിയിലേക്ക് പോവുകയാണ്. ഈ ഹിമപാളികളെല്ലാം നൂറ്റാണ്ടുകളായി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അത്രയും കട്ടിയായിട്ടിരിക്കുകയാണ്, കല്ലുപോലെ കട്ടിയായിരിക്കുന്ന മഞ്ഞാണിത്. റോത്താങ് പാസിൽ ചെന്നപ്പോൾ റോത്താങ് പാസിലെ ഹിമാനികൾ പോലും ഉരുകിപ്പോയ കണ്ടീഷനിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഈ മഞ്ഞുപാളികൾ പൊളിച്ചു മാറ്റണമെങ്കിൽ ബുൾഡോസറൊക്കെ തന്നെ വേണ്ടി വരും. അത്രയ്ക്കും കട്ടിയായിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ഖാർത്തുംഗ്ലയിൽ നിന്ന് ഒരുപാട് താഴേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ആർമിയുടെ കോൺവോയ് കടന്നു പോവുകയാണ്. ആർമിയുടെ വാഹനങ്ങൾക്കാണ് ഇവിടെ പ്രഥമ പരിഗണന. ഒരു കാരണവശാലും അവരെ തടയാൻ പാടില്ല, അവർക്ക് തടസ്സമുണ്ടാക്കാൻ പാടില്ല. മറ്റു വാഹനങ്ങൾ അവർക്ക് വഴിമാറി കൊടുക്കും.
മേഘങ്ങളുടെ ഇടയിൽ നിന്നും ഞങ്ങൾ ഒരുപാട് താഴേക്ക് ആയി കഴിഞ്ഞു ഇപ്പം തന്നെ. ഞങ്ങൾ നുബ്ര വാലി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.